കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനം ഇന്നും വരാനിടയില്ല. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നും ബംഗളൂരുവിലാണ്. സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നിലപാട് നിർണായകമാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ ഇപ്പോഴും പ്രതീക്ഷയിലുമാണ്. AICC തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും അംഗീകരിക്കും എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേട്ടു. തീരുമാനം അവിടുന്ന് വരണം. ആ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്. ആ തീരുമാനം എന്തായാലും അത് എല്ലാവരും ചേർന്ന് നടപ്പാക്കും. ഇനിയും ചർച്ചയുടെ ആവശ്യമില്ല, ചർച്ചയെല്ലാം കഴിഞ്ഞു. അല്ല, വലിയ താമസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിനെ വിമർശിച്ച് K മുരളീധരൻ രംഗത്ത് വന്നു. ഇല്ല, ചില സന്ദർഭങ്ങളിൽ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കാരണം ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആവാറുണ്ട്. അതുപോലെ ആയിരിക്കും, പ്രത്യേകിച്ച് ഡൽഹി യാത്രയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില സന്ദർഭത്തിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ട്, അതിൽ ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയും. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഘടകകക്ഷികളും കൂടെ ആലോചിച്ചിട്ടാണ് തീരുമാനം എടുക്കുക. അതുകൊണ്ട് ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. വിനിത വിജി, മലക്സാ മുഹമ്മദ് മറ്റു പൊതുവിവരങ്ങളും ചേരുന്നു. ആദ്യം വിനിതയിലേക്ക് പോകുന്നു. വിനിത, തീവണ്ടി ട്രെയിൻ ഇപ്പോൾ തന്നെ 7 ദിവസം വൈകി ഓടുകയാണ്. ട്രെയിൻ വൈകി ഓടാൻ അവിടുന്ന് പുറപ്പെടണമല്ലോ. ഇത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ മുഖ്യമന്ത്രി തീവണ്ടി പുറപ്പെട്ടിട്ട് പോലുമില്ല. എപ്പോൾ ആ തീവണ്ടി സ്റ്റാർട്ട് ചെയ്യും എന്ന വല്ല ഐഡിയ ഉണ്ടോ വിനിത? ഏതാണെങ്കിലും ഹാഷ്മി, ആ തീവണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാത്തിരുന്ന് 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു, 8ാമത്തെ ദിവസത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ അതേ സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നും ചർച്ചകൾ ഉണ്ടാകാൻ ഇടയില്ല എന്നത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം മല്ലികാർജ്ജുൻ ഖർഗെ, കോൺഗ്രസ് അധ്യക്ഷൻ, അദ്ദേഹം ഇപ്പോഴും ബാംഗ്ലൂരിൽ തന്നെയാണ് തുടരുന്നത്. അദ്ദേഹം ഇന്നലെ ഡൽഹിയിൽ നിന്ന് അവിടെ പോയതാണ്. തിരിച്ച് അദ്ദേഹം മടങ്ങിയെത്തിയതിനു ശേഷം മാത്രമേ ഇനി മറ്റ് ചർച്ചകളിലേക്ക് കടക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഇത്ര തിടുക്കം വേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നിലപാടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ നേരത്തെ തന്നെ ദീപാദാസ് മുൻഷി അടക്കം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 23 വരെ നമുക്ക് സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ നിലപാടിൽ തന്നെയാണ് ഹൈക്കമാൻഡും ഉള്ളത്. ഇതിൽ ധൃതി പിടിച്ചൊരു പ്രഖ്യാപനത്തിലേക്ക് കടക്കേണ്ടതില്ല. അതിനിടയിൽ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്ലക്സ് യുദ്ധവും കോൺഗ്രസിനുള്ളിലുണ്ടായ പോരുമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് അടക്കം കടക്കുകയാണ് എങ്കിൽ അത് ഇപ്പോഴുള്ള ഈ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുമോ എന്നൊരു ആശങ്ക ചെറുതല്ലാതെയാണെങ്കിലും അത് ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി തന്നെ അത് മുന്നോട്ട് വയ്ക്കുകയും ഈ ഫ്ലക്സുകളൊക്കെ മാറ്റണമെന്ന് നേതാക്കളോട് നിർദ്ദേശിക്കാൻ അവർ ആവശ്യപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ നിർദ്ദേശം സംസ്ഥാനത്ത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആ നിർദ്ദേശങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെ കടുത്ത ഒരു നടപടിയിലേക്കടക്കം പോകുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നടക്കം നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഏതാണെങ്കിലും രാഹുൽ ഗാന്ധി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തിരികെ എത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. ഈ ഫ്ലക്സും ഈ പ്രകടനമൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി തീരുമാനത്തിൽ ഹൈക്കമാൻഡ് ഇട്ട് വലിച്ചഴിക്കുന്നുണ്ടാണല്ലോ ആ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ആനക്കാര്യമായി കാണാതെ ഒരു പേരാണെങ്കിൽ ആ പേര് പ്രഖ്യാപിക്കുക എന്നുള്ളത് ഏത് നേതൃത്വത്തിൻ്റെയും ഒരു ആർജവത്തിൻ്റെ ഭാഗമാണല്ലോ. 3 പേരിൽ ഒരു പേര് തീരുമാനിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. അത് പ്രഖ്യാപിക്കാനുള്ള പ്രശ്നം എന്താണ്? അത് പ്രഖ്യാപിച്ചാൽ കേരളത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന പേടിയാണോ? അങ്ങനെ ഒരു ഹൈക്കമാൻഡ് പേടിച്ചാൽ എങ്ങനെയാണെന്ന് ഒരു പാർട്ടി സംവിധാനം മുന്നോട്ടേക്ക് പോവുക വിനീത? ഹാഷ്മി, അങ്ങനൊരു ആശങ്ക ഹൈക്കമാൻഡിന് ഉണ്ട് എന്നത് തന്നെയാണ് സത്യം. കാരണം ഈ ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോഴും ഈ 3 നേതാക്കളും നമ്മൾ കണ്ടതാണ്. ആ 3 മണിക്കൂറോളം നീണ്ട ചർച്ചകളിലേക്ക് എത്തിയപ്പോഴും ഈ 3 നേതാക്കളും വലിയ ആത്മവിശ്വാസത്തിലും അവർ ഒരു ഇഞ്ച് പോലും ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ഈ ചേരിതിരിഞ്ഞുള്ള വലിയ ആവേശങ്ങളും ചേരിതിരിഞ്ഞുള്ള പിന്തുണയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ സ്വാഭാവികമായും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിലവിലുള്ള ഈ ഒരു വിജയമൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് ഏതെങ്കിലും രീതിയിൽ മറ്റൊരു വഴിയിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ ഒരുപക്ഷെ അത് ഇപ്പോഴുള്ള ഈ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നത് തന്നെ ആയിരിക്കുമെന്നാണ് ഹൈക്കമാൻഡിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് അടങ്ങിയതിനു ശേഷം ഈ ആവേശവും ഈ ഉൾപ്പോരും ഒക്കെ ഒന്ന് അവസാനിച്ചതിന് ശേഷം പ്രഖ്യാപനത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ഈ ഫ്ലക്സ് യുദ്ധത്തിലേക്ക് അടക്കം വലിയ അതൃപ്തി അത് രാഹുൽ ഗാന്ധി തന്നെ പ്രകടമാക്കിയതാണ്. അദ്ദേഹം തന്നെ കടുത്ത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് അവസാനിച്ചതിന് ശേഷം ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ഇന്നും ചർച്ചകൾക്കുള്ള സാധ്യതയൊന്നും തന്നെ ഇല്ല എന്നാണ്
വ്യക്തമാകുന്നത് നിലവിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ. കാരണം രാഹുൽ ഗാന്ധി മാത്രമാണുള്ളത്. കോൺഗ്രസ് അധ്യക്ഷൻ ഇപ്പോഴും ഡൽഹിയിലില്ല. ഒരുപക്ഷെ അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറ്റ് ചർച്ചകളിലേക്ക് കടന്ന് പ്രഖ്യാപനത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹാഷ്മി. ഓക്കെ, അലക്സ മുഹമ്മദ് വിളിച്ചിരുന്നു. അലക്സ, ഈ എന്താണ് ഒരു ഫ്ലക്സ് ഒക്കെ വെക്കുന്നതിൽ ആനക്കാര്യമാണോ? സ്വന്തം സർക്കാർ തീരുമാനിച്ച ഒരു നിയമത്തിന്റെ ബില്ല് കീറി എറിഞ്ഞ ആളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അതിലും വലുതൊന്നുമല്ലോ ഒരു ഫ്ലക്സ് വെക്കുക എന്ന് പറഞ്ഞത്. പോട്ടെ, ഇനി അവരുടെ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം. അപ്പോൾ അച്ചടക്കൽ അങ്ങനെ ഒന്ന് വിലയിരുത്തിയാൽ അങ്ങനെ. അലക്സ്, ഇവിടെ രാഹുൽ ഗാന്ധിയുടെ മനസ്സിലൊരു പേരുണ്ട്. ആ പേര് പ്രഖ്യാപിക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് ഇരിക്കുന്നു. ആ പേര് പ്രഖ്യാപിച്ചാൽ ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് പേടിയുണ്ട്. അപ്പോൾ പേടി ഒഴിവാക്കാൻ പരമാവധി ഇതിങ്ങനെ ഒരു കൂളിംഗ് സീസൺ എന്ന മട്ടിൽ കുറച്ചുനാൾ ഇങ്ങനെ അങ്ങ് പോട്ടെ, അത് കഴിഞ്ഞ് പ്രഖ്യാപിക്കാം എന്നതാണോ ആ മനസ്സിലിരിപ്പ്, അലക്സ്? ഹാഷ്മി, കോൺഗ്രസിന്റെ കാര്യം കഷ്ടമാണ്. ഹൈക്കമാൻഡിനോട് മുഖ്യമന്ത്രി എവിടെയെന്ന് ചോദിച്ചാൽ അതും കൂടെ ചേർത്തല്ലേടോ കോംപ്ലിമെന്റ്സ് ആക്കിയത് എന്ന സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. അതായത് മെനിഞ്ഞാന്ന് ഈ മുഖ്യമന്ത്രി ചർച്ച എവിടെയാണോ നിന്നത് അവിടെ നിന്ന് 1 ഇഞ്ച് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു കൂൾ ഓഫ് ടൈമാണ്. കോംപ്ലിമെന്റ്സ് ആക്കുക എന്നാൽ നേതാക്കളെ കോംപ്ലിമെന്റ്സ് ആക്കി, നേതാക്കൾ ഇനി നാട്ടിൽ വന്ന് അണികളെ കൂടെ കോംപ്ലിമെന്റ്സ് ആക്കണം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നത്. ആ കൂൾ ഓഫ് ടൈമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പൊതു ഇടങ്ങളിലെ ഫ്ലെക്സുകൾ അതുപോലെ പോസ്റ്ററുകളൊക്കെ എടുത്തു നീക്കി അവരുടെ ഒരു ഐക്യം, അത് ജനങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിൽ UDF-ൽ അത്ര ഐക്യമുണ്ട് എന്നൊരു ചിത്രം ഉണ്ടാക്കൂ എന്നാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ. ആ പ്രഖ്യാപനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെനിഞ്ഞാന്നത്തെ മാരത്തോൺ ചർച്ച കഴിഞ്ഞ് പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ഈ മുഖ്യമന്ത്രി ക്ലെയിം ഉന്നയിക്കുന്ന 3 നേതാക്കളും ഒപ്പം KPCCയുടെ അധ്യക്ഷനും ഒന്നിച്ചു മാധ്യമങ്ങളെ കണ്ടിരുന്നു. ദീപദാസ് മുൻഷിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം, അതായത് അവിടെ നിന്ന് ഹൈക്കമാൻഡ് അതുമായി ബന്ധപ്പെട്ട ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നുകൂടി കേൾക്കുമെന്ന് പറഞ്ഞു, പക്ഷേ കേട്ടിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയോട് ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് തങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ഒരുപക്ഷെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കേൾക്കും. അത് നിർണായകമാണ്. അതല്ലാതെ മുതിർന്ന നേതാക്കളോട് സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്നു. AK ആന്റണി, VM സുധീരൻ, K മുരളീധരൻ എന്നിവരുടെ അഭിപ്രായം കേൾക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിലേക്ക് കടന്നിട്ടില്ല. ഇന്നലെ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലായിരുന്നു. വിജയുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുകയായിരുന്നു. ഖാർഗെ ആകട്ടെ അദ്ദേഹം ബംഗളൂരുവിലായിരുന്നു. ഇന്ന് രാത്രിയോ നാളെയോട് കൂടിയേ ഖാർഗെ തിരിച്ചെത്തുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ആലോചിക്കുക. ആദ്യം സ്ഥിതി ഒന്ന് ശാന്തമാകട്ടെ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പെട്ടെന്നൊരു പേര് പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായി മറുഭാഗം അതിനെ തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കും. ഉദാഹരണത്തിന് VD സതീശന്റെ പേര് പ്രഖ്യാപിച്ചാൽ എന്തുകൊണ്ട് നിയമസഭാ കക്ഷിയിൽ കൂടുതൽ പേരുടെ പിന്തുണയുള്ള KC വേണുഗോപാലിനെ പ്രഖ്യാപിച്ചില്ല? ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ ഹൈക്കമാൻഡ് എന്ന ചോദ്യം മറുപക്ഷം ഉന്നയിക്കും. ശരി, അല്ല അലക്സ, ഇവിടെ തെലങ്കാനയിലും സമാനമായ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടായിരുന്നു. മല്ലു ഭട്ട വിക്രമാർക്ക ഇലക്ഷൻ നയിച്ചു. അവിടെ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയാക്കണമായിരുന്നു. അപ്പോൾ അവിടെയും പ്രശ്നമുണ്ട്. പക്ഷേ അവിടെ ഒരു ഡിസംബർ 3 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ റിസൾട്ട് വന്നു. 4-ാം തീയതി തീരുമാനമായി. 5-ാം തീയതി പേര് പ്രഖ്യാപിച്ചു. ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് അവിടെ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഒരു പേരങ്ങ് പ്രഖ്യാപിച്ചുകൂടെ? ഇങ്ങനെ ഇതിപ്പോൾ 102 സീറ്റ് എന്ന മഹത്തായ ജനവിധി കൊടുത്ത കേരളത്തെ ജനങ്ങളെ കൂടി അവഹേളിക്കുന്ന പണിയല്ലേ ഈ കാണിക്കുന്നത്, അലക്സ്? അശ്വിൻ, നിസ്സംശയം പറയാം, ഇതിൽ പ്രധാനം ഘടകകക്ഷികളെ മുഖവിലേക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ മുഖവിലേക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. മലബാറിൽ വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. അവിടെയെല്ലാം കോൺഗ്രസിന്റെ ഈ അപ്രമാദിത്വത്തിന്, UDF-ന്റെ അപ്രമാദിത്വത്തിന് പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗിന്റെ ഇടപെടലാണ്. മുസ്ലിം ലീഗിനെ പെട്ടെന്ന് പിണക്കിയാൽ അത് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തുന്നുണ്ട്. സ്വാഭാവികമായി അതിനുള്ള സമയം, അതായത് തങ്ങൾ പ്രഖ്യാപിക്കുന്ന പേരിനൊപ്പം ലീഗ് നിൽക്കണം, അല്ലെങ്കിൽ ഘടകകക്ഷികൾ ഒന്നാകെ നിൽക്കണം എന്നൊരു ആവശ്യത്തിലേക്ക് ഹൈക്കമാൻഡ് വരുന്നു എന്നുള്ളതാണ്. അതൊരു അനുനയം എന്നോണം, അനുനയ ഫോർമുല എന്നോണം അവരുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൂടി പരിഗണിച്ചതിന് ശേഷം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ സവിശേഷ സാഹചര്യം അതാണ്. മുസ്ലിം ലീഗിന്റെ കൂടി കടുത്ത പിന്തുണയിലാണ് UDF പലയിടങ്ങളിലും ജയിച്ചു കയറുന്നത്. അതിനാൽ ലീഗിനെ അവഗണിക്കാനാകില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. പക്ഷേ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ അത് മറുവിഭാഗം ആയുധമാക്കി മാറ്റും എന്നും ഹൈക്കമാൻഡ് കരുതുന്നുണ്ട്. സ്വാഭാവികമായി ആ തീരുമാനം എടുക്കുന്നതിൽ ആ കാലതാമസമാണ്, ആ അനുനയത്തിനുള്ള കാലതാമസമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഒപ്പം അണികളെ കൂടി ഈ ഒരു ചിത്രം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അണികളെ കൂടി അനുനയിപ്പിച്ച് കൂടെ നിർത്തേണ്ടതുണ്ട്. ഒറ്റ പേരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സംസ്ഥാനത്ത് മറ്റു വിമർശനങ്ങളോ പ്രതിഷേധങ്ങളോ അനിഷ്ടങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലേക്ക് മാറാനുള്ള സമയം മാത്രമാണ് നിലവിൽ അവർ ആലോചിക്കുന്നത്. നേരത്തെ ഹൈക്കമാൻഡ് ഈ നേതാക്കളോട് പറഞ്ഞിരുന്നു ഇത്തരം പ്രതിഷേധങ്ങൾ, പോസ്റ്റർ യുദ്ധമൊക്കെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പൊതുമധ്യത്തിൽ അത് അവസാനിച്ചു, പൊതു ഇടങ്ങളിൽ അത് അവസാനിപ്പിച്ചുവെങ്കിലും
സമൂഹ മാധ്യമങ്ങളിൽ അത് തുടരുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെ കാഴ്ച. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ, അതായത് മുഖ്യമന്ത്രി ക്ലെയിമായി പ്രധാനപ്പെട്ട നേതാവായ വി ഡി സതീശനായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചാരണം നടക്കുന്നുണ്ട്. ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ നാട് നയിക്കാനും അറിയാമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചാരണം. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങളെന്നും പറയുന്നുണ്ട്. അത്തരത്തിൽ ആ പരസ്യ യുദ്ധം അല്ലെങ്കിൽ പരസ്യ ആവശ്യങ്ങൾ തുടരുന്നു സമൂഹ മാധ്യമങ്ങളിൽ എന്നുള്ളതാണ്. അതായത് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ട് പോലും ഇത് നേതാക്കൾ പറയുന്നതിനനുസരിച്ച് നേതാക്കളുടെ ചുൽപ്പടിയിലേക്ക് ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് അതിൽ പ്രത്യേകിച്ച് റോൾ ഇപ്പോൾ എടുക്കാനാകുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം. റോൾ എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ആ റോൾ എടുക്കൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 102 സീറ്റ് എന്ന് പറയുന്ന വലിയ ജനവിധി കൊടുത്തതാണ്. ആ ജനവിധിയെ ഇനിയും അപമാനിക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇതിപ്പോൾ അത് കോൺഗ്രസിന്റെ മാത്രം കാര്യമല്ല, അത് UDF മാത്രം, മാത്യു കുഴൽനാടൻ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ മാത്രം കാര്യമല്ല, UDF മാത്രം കാര്യമല്ല. അത് കേരളത്തിന് മുഖ്യമന്ത്രി കിട്ടുക എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് ചെയ്തവരും അല്ലാത്തവരുമായ ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം നിഷേധിക്കുകയാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ജോലി എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അതല്ലാതെ സോഷ്യൽ മീഡിയയിലേക്കോ അല്ലെങ്കിൽ ഫ്ലെക്സുകളിലേക്കോ നോക്കിയിരിക്കേണ്ട പണിയല്ല ഹൈക്കമാൻഡിനുള്ളത് യഥാർത്ഥത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.